പെണ്ണുങ്ങൾ ആരും റിവ്യൂവിന് വരുന്നില്ല. ഞാൻ അതും കൂടി പറഞ്ഞോന്നാണ് പറഞ്ഞ ഒരു വുമൺ എംപവർമെന്റിന്റെ ഭാഗമായിട്ട് പറയുന്നതാണ്. അണ്ണന് പൊതുവെ ഒരു സ്ത്രീ വിഷയത്തിൽ സ്ത്രീ വിഷയമല്ല, വുമൺ എംപവർമെന്റ്. പെണ്ണുങ്ങളും വരണുണ്ട്, എല്ലാ ലൈനിലും പെണ്ണുങ്ങൾ ആണുങ്ങളും പെണ്ണുങ്ങളും ഈക്വൽ ആണല്ലോ. അപ്പൊ പെണ്ണുങ്ങൾ റിവ്യൂവിൽ വരണമെന്നാണ് എന്റെ ആഗ്രഹം. ഒരു കാര്യം ചോദിച്ചോട്ടെ, കല്യാണം കഴിഞ്ഞാണോ? അല്ല, കല്യാണം കഴിഞ്ഞിട്ടില്ല. ഒരു പയ്യനുണ്ട്, നല്ല പ്രായമുള്ള ആളാണ്. ഒരു പയ്യൻ ആലോചിക്കണം. ഞാൻ ഇവിടെ വന്നപ്പോ എനിക്ക് തോന്നിയിട്ടില്ല. അല്ല, ക്രഷ് തോന്നാറില്ല. സാധാരണ ഇന്റർവ്യൂ കഴിയുമ്പോ എന്നോട് പറയാറുണ്ട്, അവളോട് എനിക്ക് ചെറിയൊരു ക്രഷ് തോന്നിയില്ല. ജയിലിൽ പോയി 12 ദിവസം കാണുന്നപ്പോ എല്ലാ ക്രഷും എല്ലാം പോയി. ശരിക്കും എന്നോട് ക്രഷ് തോന്നിയില്ല. ഇപ്പൊ ക്രഷ് ഒന്നുമില്ല. ഈ രാത്രി വിളിച്ച എന്നോട് ഈ കഥ പറയണം. അതും കൂടി എനിക്ക് കഥ പറഞ്ഞു ഇല്ലാത്ത ഇവിടെ വന്നപ്പോ ഇന്ന് രാത്രി വീഡിയോ പോയി ഫോട്ടോ എടുക്കുക, വീഡിയോ എടുക്കുക. ഇന്ന് രാത്രി വീഡിയോയിൽ എന്തോ രാത്രി ഉറപ്പായിട്ട് ആറാട്ടനെ ഫോളോ ചെയ്യണം. കാര്യം ഇന്ന് രാത്രി അറിയാൻ പറ്റും, അത് ഉറപ്പാ. ശാരിക അടുത്ത് പോയി ഫോട്ടോ എടുക്കുക, വീഡിയോ എടുക്കുക. ശാരിക എന്ന് പറഞ്ഞ ആങ്കർ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പുള്ളിക്കാരത്തി ഭയങ്കര ഇഷ്ടമാണ്. ദേഷ്യപ്പെടുന്നതും നമുക്കത് കാണുമ്പോൾ നല്ല നാച്ചുറൽ ആയിട്ടാണ് ആഗ്രഹിക്കുന്നത്. ചേച്ചിനെ കണ്ടപ്പോ ഞാൻ പുള്ളിക്കാരത്തിനോട് ഫോട്ടോ എടുത്തു, പുറത്ത് പോയി വീഡിയോ എടുത്തു. അത് വീഡിയോ എടുത്ത് വേറൊന്നുമില്ല, എന്റെ സിനിമ റിലീസാണ്. അപ്പൊ ആ ചേച്ചിനോട് ഞാൻ പറഞ്ഞു ശാരിക ഇന്റർവ്യൂ ആണെങ്കിൽ വരാൻ പറഞ്ഞു, അല്ലെങ്കിൽ വരില്ല പറഞ്ഞു. എനിക്ക് പുള്ളിക്കാരത്തെ ഞാൻ പറഞ്ഞില്ല, ഒരു എന്താ പറയാ, പുള്ളിക്കാരത്തെ ഇന്റർവ്യൂ എല്ലാം കാണാറില്ല. അപ്പൊ പുള്ളിക്കാരത്തി ഭയങ്കര ഓപ്പൺ ആയിട്ടാ പറയുന്നത്, മറ്റു ആങ്കറിനെ പോലെയല്ല. പറഞ്ഞില്ലേ, ഇപ്പൊ ഇന്റർവ്യൂസ് എല്ലാം ഭയങ്കര സ്ക്രിപ്റ്റഡ് ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ടോ? അങ്ങനെയാണെന്ന് തോന്നുന്നുണ്ട് നിങ്ങൾക്ക്? അല്ല, അങ്ങനെ തോന്നാറില്ല. സ്ക്രിപ്റ്റഡ് ആണോ അല്ലല്ല, നമ്മള് നോർമൽ ആയിട്ടല്ലേ സംസാരിച്ചു. അതൊന്നുമില്ല. ചിലത് നമുക്ക് പോകും, ചിലത് എന്താ പറയാ, ചില ചോദ്യങ്ങൾ അണ്ണനിട്ട് കൊള്ളാറുണ്ട്. അപ്പൊ അണ്ണനെ തിരിച്ച് അതേപോലെ എനിക്ക് കൊള്ളാറില്ല, പിന്നെ തിരിച്ചടിക്കാറുമില്ല. എവിടാ ചില ഇന്റർവ്യൂ ഇല്ലേ, ശാരിക ഒരു ചോദിച്ചപ്പോ കുറെ നേരത്തെ പ്ലാൻഡ് ആയിരുന്നു. മിക്ക ഇന്റർവ്യൂകളും പ്ലാൻഡ് ആണ്, ഇത് മാത്രം പ്ലാൻഡ് അല്ല. അണ്ണൻ ഏതൊരു പെൺകുട്ടിയെ പരിചയപ്പെട്ടാലും അന്ന് രാത്രി വീഡിയോ ആയിരിക്കും അല്ലെ? ചിലപ്പോ ആ കുട്ടിയോട് എനിക്ക് ക്രഷ് തോന്നി. എനിക്ക് ക്രഷ് തോന്നാറുണ്ട് പണ്ടോട്, എല്ലാരോടും തോന്നാറുണ്ട്. അപ്പൊ ഇപ്പൊ എന്നോട് ക്രഷ് തോന്നിയില്ല. എന്നോട് ക്രഷ് അത് ഇന്ന് രാത്രിയല്ലേ അറിയുള്ളൂ. 9 മണിയാകുമ്പോ അറിയുള്ളൂ. തന്റെ റിസൾട്ട് 9 മണിക്കാണ്. ലഡു പൊട്ടി. അല്ലല്ല, തന്റെ റിസൾട്ട് വരുന്നത് രാത്രി 10 മണിയാകുമ്പോഴാണ്. പകല് അണ്ണനെ കണ്ടു കഴിഞ്ഞാൽ ഇതേപോലത്തെ ഇന്റർവ്യൂ പ്ലാൻ ചെയ്യണം. ശാരിക ഇന്റർവ്യൂ പോലെ ഒരു ഇന്റർവ്യൂ ഇവരെ ജീവിതം അടിപൊളിയാക്കുന്നത്. നല്ല കോമ്പിനേഷൻ അല്ല, അങ്ങനെ പറയില്ല. എനിക്ക് ആ ചേച്ചിയൊന്നല്ല, ഭയങ്കര ആ ചേച്ചിനെ കൂടെ എന്റെ സിനിമ വിഷ്ണുവിന് ശാരികോട് മാത്രല്ലേ ക്രഷ് തോന്നിയിട്ടുള്ളൂ. എനിക്ക് ക്രഷ് തോന്നിയിട്ടില്ല. എന്റെ സിനിമ റിലീസായിട്ട് ആ ചേച്ചിനെ കൊണ്ട് ഒരു വീഡിയോ ചെയ്യിപ്പിച്ചതാ, സപ്പോർട്ട് ചെയ്താ. അണ്ണനെ ഞാൻ പറഞ്ഞു, ഏത് പെണ്ണുങ്ങളെ കണ്ടാലും അണ്ണന് ക്രഷാണ്. അത് പറഞ്ഞിട്ട് കാര്യമില്ല. ശരിക്കും ഇപ്പത്തെ കറന്റ് ക്രഷ് ആരാ? എനിക്ക് ക്രഷ് ഇല്ല. എനിക്ക് ജയിലിൽ പോയി 12 ദിവസം ജയിലിൽ നടന്നപ്പോ ക്രഷ് അങ്ങനത്തെ വികാരങ്ങളെല്ലാം പോയി. അങ്ങനെ വരുമോ? അങ്ങനെയൊക്കെ സംഭവിക്കോ? അങ്ങനെ പോയി. കാരണം 12 ദിവസം ഒന്നും നടക്കില്ലല്ലോ. 12 ദിവസം ജയിലിൽ നടക്കുമ്പോൾ എന്ത് നടക്കാറ്? ഒന്നും നടക്കില്ല. അങ്ങനെ ആ വികാരം പോയി.